കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എക്ലീഷ്യോളജി, സഭാശാസ്ത്രം. സഭ എന്ന പദം സർവസാധാരണമാണ്. സഭ എന്നതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കൂട്ടമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇംഗ്ലീഷിൽ സഭ എന്നതിന് ചർച്ച് എന്നാണ്. ചർച്ച്. ഗ്രീക്കിലാണെങ്കിൽ രണ്ട് വാക്കുകളുണ്ട്. സഭ എന്നുള്ളതിന് രണ്ട് വാക്കുകൾ ഗ്രീക്കിലുണ്ട്. ഒന്ന് കുരിയാക്കോൺ, KURIAKON, കുരിയാക്കോൺ. ബിലോങ് ടു ദ ലോർഡ്, കർത്താവിനോട് ബന്ധപ്പെട്ടത്. അതാണ് അർത്ഥം. കുരിയാക്കോൺ എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിനുള്ളത് അല്ലെങ്കിൽ കർത്താവിനോട് ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ പദം നമുക്കെല്ലാവർക്കും സുപരിചിതമായ പദമാണ് എക്ലീഷ്യ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കാൾഡ് ടുഗദർ ഫോർ എ പർപ്പസ്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് എക്ലീഷ്യ എന്ന് പറയുന്നത്. എ അസംബ്ലി ഓഫ് ദ കോൺഗ്രിഗേഷൻ. വാസ്തവത്തിൽ ദൈവസഭ എന്താണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. ആ കൂട്ടം ദൈവത്തിന്റെ സ്വന്തം വകയാണ്, ദൈവത്തിന്റെ ശരീരമാണ്, ദൈവത്തിൻ്റെതാണ്. നമ്മൾ പഠിക്കുന്ന എക്ലീഷ്യോളജി ദൈവസഭയെ കുറിച്ചാണ്, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റുള്ള കൂട്ടങ്ങൾ നമ്മളിപ്പോൾ കാര്യമായി എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 7:38. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ. മരുഭൂമിയിലെ സഭ, ചർച്ച് ഇൻ ദ വിൽഡർനെസ്. മരുഭൂമിയിലെ സഭ. നേരം ഇസ്രയേൽ മക്കളെ സഭ എന്ന് വിളിച്ചിരുന്നു. പഴയ നിയമസഭ. ഇസ്രയേൽ ജനം ദൈവത്തിന്റെ ഒരു കൂട്ടമായിരുന്നു, ദൈവത്തിന്റെ സഭയായിരുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് എടുത്തേ. മത്തായിയുടെ സുവിശേഷം 16:16. പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോനാ ശിമോനേ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. മരുഭൂമിയിലെ സഭയും യേശു തമ്പുരാൻ പറഞ്ഞ ഈ സഭയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഓർക്കണം. പഴയ നിയമ ഇസ്രയേലിന്റെ പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് ഒരിക്കലും തിരുവചനത്തിന് അടിസ്ഥാനമുള്ളതല്ല.
ഇവിടുത്തെ കാര്യം നോക്കിയാൽ വളരെ രസമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ അതുവരെ ഈ സഭ എവിടെ ഇല്ല? ഭൂമിയിലില്ല. പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഭൂമിയിൽ വന്നിട്ടില്ല. ഇംഗ്ലീഷിൽ വളരെ വ്യക്തമാണ്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച് അപ്പോൺ ദ റോക്ക്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിതെന്നല്ല, പണിയുമെന്നാ പറഞ്ഞത്. സമയം മാത്രം വെളിപ്പെടുത്തിയില്ല. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സഭാസ്ഥാപനത്തെ കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ അർത്ഥം അഹരോന്യ പൗരോഹിത്യത്തിന്റെ കീഴിൽ വരുന്നതല്ല പുതിയ നിയമസഭ. ഒരാമേൻ പറഞ്ഞു. എത്ര കറക്റ്റാണ് യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുന്നത് പ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷ ഇല്ലാത്തത്. ഇതൊരു പുതിയ നിയമസഭയാണ്. ഇത് ക്രിസ്തു സ്ഥാപിച്ചതാണ്. ഇത് അഹരോന്യ പൗരോഹിത്യമായിട്ടോ ലേവി ഗോത്രമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല. ജെറുസലേം ടെമ്പിൾ ഇസ് നോട്ട് എ ക്രിസ്ത്യൻ ചർച്ച്. ചിലർ ധരിക്കുന്നത് യെരുശലേം ദേവാലയം ക്രിസ്തീയ സഭയാണെന്നാ. അതുമല്ല, അത് പൊളിഞ്ഞു പോകുമെന്നാണ് യേശു പറഞ്ഞത്, അല്ലെ? മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്തേ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവൻ ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. എന്തുവാ ഇത്? യെരുശലേം ദേവാലയം ക്രിസ്തീയ സഭയല്ല. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെന്ത് ചെയ്യും? ഇല്ലാതായി പോകും എന്ന് കർത്താവ് പറഞ്ഞു. എല്ലാ ജനസംഘവും ദൈവസഭയല്ല. ആളുകൾ കൂടുന്നതെല്ലാം ദൈവസഭയാണോ? നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി സഭകളുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, നായർ മഹാസഭ, ചേരമർ മഹാസഭ. ഇതൊന്നും ക്രിസ്തീയ സഭയല്ല. ക്രിസ്തീയ സഭ ഒന്നേ ഉള്ളൂ. അത് യേശു സ്ഥാപിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദൈവസഭയുടെ പര്യായങ്ങളാണ്. എന്താണ് ദൈവസഭ? ദൈവസഭയുടെ ചില പര്യായങ്ങൾ പറയാമോ? ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരിക. ദൈവസഭയുടെ പര്യായങ്ങളൊന്ന് പറഞ്ഞേ. ദൈവജനങ്ങളുടെ കൂട്ടം. വേറെ ഏതെങ്കിലും ആശയമുണ്ടോ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. ഓക്കെ. സൈജുവിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. മണവാട്ടി. സുവിശേഷം പറയുന്നവരുടെ സമൂഹമാണ് സഭ. അങ്ങനെ സഭയെ കുറിച്ച് നമ്മൾ പറയാൻ പോയാൽ പലർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ മിക്ക കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. സ്തോത്രം. നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് സഭയുടെ പര്യായങ്ങൾ. ഒന്ന്, സഹോദരന്മാർ. സഹോദരന്മാരുടെ കൂട്ടമാണ് ദൈവസഭ. സഹോദരന്മാർ. അതിനകത്ത് സഹോദരിമാരുണ്ട് കേട്ടോ. ചില വാക്യങ്ങളോട് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 28:10. മത്തായി 28:10. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട്
ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. യേശു തമ്പുരാന്റെ ശിഷ്യന്മാരെ യേശു വിളിച്ചത് എന്താ? സഹോദരന്മാർ. സഹോദരന്മാരെന്നാണ്. പ്രദേശ് റോമാലേഖനം 12:1 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, റോമയിലുള്ള വിശുദ്ധന്മാരെ കണ്ടിട്ട് പറയുകയാണ്, സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്. അവിടെ നമുക്ക് സഹോദരന്മാരെന്ന് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 15 3 വാക്യവും 7 വാക്യവും വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 15 3 വാക്യവും 7 വാക്യവും. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നിക്കയിലും ശമരിയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. 7 വാക്യം. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ സഹോദരന്മാരെ, ശ്രദ്ധിക്കണം, പദത്തിന് ആ പ്രത്യേകത ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാം. കുറച്ച് വാക്യങ്ങൾ ആദ്യം തരികയാണ്. ദൈവത്തിന്റെ സഭ സഹോദരന്മാരുടെ കൂട്ടമാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. എബ്രായർ 12:23 നമുക്ക് കാണാൻ കഴിയും. ആദ്യജാതന്മാരുടെ സഭ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ മതി. നമ്മൾ ഈ സഭയിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ടാ പോരാ, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരൻ അല്ലെങ്കിൽ സഹോദരി. ആത്മീയ മണ്ഡലത്തിൽ ഏറ്റവും അധികം പരസ്പരം ഉപയോഗിക്കുന്ന പദമാണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി. ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നവ. അതെ, ബി.പി. മാസ്റ്ററെ കറക്റ്റ് ആണ്. സഹ ഉദരത്തിൽ നിന്ന് ജനിച്ചവനാണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി. നമ്മളെല്ലാവരും സ്വർഗീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ ആത്മീയഹാരം തിന്നു ഒരേ ആത്മീയ പാനീയം കുടിച്ചവരാണ്. നമ്മുടെ വിശ്വാസം ഒന്നാ, നമ്മുടെ അപ്പൻ ഒന്നാ, സ്നാനം ഒന്നാ, അല്ലേ? ആരെങ്കിലും സഹോദര എന്ന് വിളിച്ചാൽ അവരോട് പിണങ്ങരുത്. ഏറ്റവും നല്ല ഈ പാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് വിളിക്കാതിരിക്കല്ലേ. നിങ്ങളുടെ പാസ്റ്ററെ കയറി നിങ്ങൾ സഹോദരനെന്ന് വിളിക്കാനൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞത് ഒരു പ്രായത്തിലുള്ള ദൈവാസന്മാർ തമ്മിലൊക്കെ വിളിച്ചോളൂ. പത്രോസ് പൗലോസിനെ സഹോദരൻ എന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലേ? അന്നേരം സഹോദരൻ എന്നുള്ള വിളിക്കുന്ന ഒരു ഇന്റിമസി ഉണ്ട്. അത് ഏറ്റവും കുറഞ്ഞ ഒരു പദമല്ല, അതിനകത്തൊരു അടുപ്പമുണ്ട്, അല്ലേ? സ്തോത്രം. അന്നേരം ദൈവസഭ സഹോദരന്മാരുടെ കൂട്ടമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആദ്യജാതന്മാരുടെ സഭ, ദ ചർച്ച് ഓഫ് ഫസ്റ്റ് ബോൺ. ഈ പുതുജനനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവസഭ. നമുക്കറിയാം, നമ്മൾ പിന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ പുതുജനനം അല്ലെങ്കിൽ റീബർത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസറക്ഷൻ. അതൊരു പുനരുദ്ധാനം. എന്താണ് പുതുജനനം എന്ന് പറയുന്നത്? എന്താണ്? ഒരു ആത്മീയ പുനരുദ്ധാനമാണ്. അക്ഷയ പുനരുദ്ധാനമല്ല, ഒരു ആത്മീയ പുനരുദ്ധാനമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്ന അവസ്ഥ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതൽ മരണം വിട്ട്
നിത്യജീവനിൽ പ്രവേശിക്കുകയല്ലേ. വീണ്ടും ജനിച്ചവൻ സഹോദരവർഗത്തെ സ്നേഹിക്കുന്നു. അതാണ് അവിടെ വിഷയം. വീണ്ടും ജനിച്ചവൻ എന്ത് ചെയ്യുന്നു? സഹോദരവർഗത്തെ സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 3:13-14 വായിക്കാം. 1 യോഹന്നാൻ 3:13-14. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാതെ സഹോദരനെ സ്നേഹിക്കാത്ത കള്ളനാണ്. അന്നേരം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒറ്റക്കെട്ടാണ്. നമ്മുടെ യൂണിയനെ അല്ലെങ്കിൽ ദൈവജനത്തെ അപമാനിക്കുന്ന, പരിഹസിക്കുന്ന ആരുമായിട്ടും നമുക്ക് സന്ധി വേണ്ട. സോഷ്യൽ മീഡിയയിൽ എന്തും പറഞ്ഞോട്ടെ, നമ്മളൊന്നും അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. മനസ്സിലായോ? അറിഞ്ഞോ അറിയാതെയോ യേശുവിന്റെ ശരീരത്തെയോ യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങള്, നമ്മളൊക്കെ വി ആർ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ബോഡി, അവരുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ. ആരെങ്കിലും പറയുമ്പോൾ നമ്മളതിന് കൈയടിക്കാൻ പോയാൽ യേശുവിന്റെ ശരീരത്തിന്റെ ഏതോ ഒരു അവയവത്തെ നമ്മൾ നിന്ദിക്കുന്നത് പോലെ വരും. ഒരു കാരണവശാലും അതിനെയൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. വീണ്ടും ജനിച്ചവൻ എന്ത് ചെയ്തു? സഹോദരന്മാരെ സ്നേഹിക്കുന്നു, അല്ലേ? യേശുവിന്റെ ക്രൂശ് മരണം മനുഷ്യനെ തമ്മിൽ വിഭജിക്കുന്ന അല്ലെ തല്ലിക്കുന്ന എല്ലാ വിഘടന ആശയങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് യേശുവിന്റെ ക്രൂശ് മരണം. എല്ലാ ഡിവിഷനും ഇല്ലാതാക്കുന്ന, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി, അകന്നു കിടന്നതിനെല്ലാം അടുപ്പിച്ചു. ദൈവസഭയ്ക്കകത്ത് ഭിന്നത വരാൻ പാടില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നോണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-28 വാക്യങ്ങൾ എത്ര നല്ല വാക്യമെന്നറിയാവോ? ഗലാത്യ ലേഖനം 3:27-28 വായിക്കാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. എല്ലാവരും കരമുറിച്ച് രാമൻ പറഞ്ഞേ. നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നോ ഡിവിഷൻ among the Jews and Gentiles. യഹൂദനെന്നോ ജാതികളെന്നോ വ്യത്യാസമില്ല. നാം എല്ലാവരും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റത് കൊണ്ട് അവിടെ ഇനി വിഭാഗികത ചിന്താഗതിയില്ല. നാം ക്രിസ്തുവിൽ ഒന്നാണ്. neither bond nor free. ദാസൻ എന്നില്ല, സ്വതന്ത്രൻ എന്നില്ല. മനസ്സിലായോ? ദൈവസഭയ്ക്ക് അതാരും എന്തുവാ അടിമയല്ല. നമ്മൾ കർത്താവിന്റെ ദാസിദാസന്മാരാണ്. ഒരു സംഘടനയുടെ അടിമയല്ല, ഒരു വ്യക്തിയുടെ അടിമയല്ല. വി ആർ ദ സെർവൻസ് ഓഫ് ഗോഡ്. മനസ്സിലായിക്കോണം. അന്നേരം പിന്നെ പറയാൻ ആണെന്നുമില്ല പെണ്ണെന്നുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. അല്ലേ? ഒന്നുകൂടെ ഞാനത് മനസ്സിലാക്കാം. മതത്തിന്റെ പേരിലുള്ള എല്ലാ വ്യത്യാസങ്ങളും നാം ക്രിസ്തുവിലാകുമ്പോൾ ഇല്ലാതാകും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്,
സാമൂഹിക സാങ്കേതിക അന്തരമില്ല. ദൈവസഭയ്ക്കകത്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ലെന്നേ. യഹൂദന്മാർ പരിച്ഛേദന ഏൽക്കാത്ത എല്ലാവരെയും അഗ്രചർമ്മികൾ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നാൽ രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനോട് സ്നാനമേറ്റ് കഴിയുമ്പോൾ പരിച്ഛേദനക്കാരൊന്നുമില്ല, അഗ്രചർമ്മികളൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. എല്ലാവരും എല്ലാവരും സഹോദരങ്ങൾ എന്ന ആശയം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? എല്ലാവരും സഹോദരന്മാരെന്നും സഹോദരിമാരെന്നുള്ള ആശയം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ദൈവസഭയിൽ വരുമ്പോഴാണ്, ദൈവസഭയുമായി ബന്ധം പുലർത്തുമ്പോഴാണ്, യേശുവിന്റെ ശരീരത്തോട് ചേരുമ്പോഴാണ്. മനസ്സിലായോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന പ്രാരംഭ കാലഘട്ടങ്ങളിൽ തിയോളജിക്കൽ സെമിനാരിയിലൊക്കെ നിർബന്ധം എടാ, വാടാ, പോടാ, എടി ഈ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരെയും ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, സഹോദരൻ സഹോദരി, ഇതല്ലാതെ വേറെ ഒരു പദവും പാടില്ല ഉപയോഗിക്കാൻ. സ്ട്രിക്റ്റ് ട്രെയിനിങ് ആയിരുന്നു. മനസ്സിലായോ? ഇന്ന് എടാന്നും പാടാന്നും പോടാന്നും പോടിന്നൊക്കെയാ പലരെയും സംബോധന ചെയ്യുന്നത്. അതൊന്നും ആത്മീയ ഭാഷയല്ല. ആരെങ്കിലും അങ്ങനെ സംബോധന ചെയ്യുന്നെങ്കിൽ ഇന്ന് അത് അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം. മനസ്സിലായോ? നേരം ദൈവസഭയുടെ പര്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവസഭയുടെ ഒന്നാമത്തെ പര്യായം സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരന്മാരുടെ കൂട്ടം. ഇനി രണ്ടാമത്തെ പര്യായ പദം വിശ്വാസികൾ അല്ലെ, ബിലീവേഴ്സ്. നമ്മൾ ചിലപ്പോൾ ചോദിക്കാറില്ലേ, ആ സഹോദരൻ വിശ്വാസിയാണോ, ഈ സഹോദരി വിശ്വാസിയാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ഒരാളെ വിശ്വാസി എന്ന പദവിയിൽ എത്തിക്കുന്നത് എന്താണ്? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസമാണ്. അത് ബൈബിൾ ഭാഷ നൽകുന്ന അർത്ഥമാണ്. പല വിശ്വാസമുള്ളവരുണ്ടല്ലേ. ലോകത്തിലെല്ലാവരും വിശ്വാസികളാണ്. അത് അവരുടേതായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാ. അവരുടെ മതങ്ങളുടെ ഒക്കെ വിശ്വാസം അവർക്കുണ്ട്. നമ്മോടുള്ള ബന്ധത്തിൽ, ആസ് ഫാർ ആസ് വി ആർ കൺസേൺ, നമ്മളോടുള്ള ബന്ധത്തിൽ വിശ്വാസി എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസമാണ് നമ്മൾ അർത്ഥം ചെയ്യുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരുവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് വിശ്വാസി. ആരാണ് വിശ്വാസി? ഒരുവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനാണ് വിശ്വാസി. പറയാമോ, ആരാണ് വിശ്വാസി? ഹു ഈസ് എ ബിലീവർ? ഒരുവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുയേശുവിനെ സ്വീകരിച്ച് കർത്താവിൽ നിൽക്കുന്നതാണ്. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് വിശ്വാസി. അല്ലെ, വിശ്വാസി എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം അതിനകത്ത് ഉണ്ടായിരിക്കണം. അവൻ പാപം ഏറ്റു പറഞ്ഞവനായിരിക്കണം. 2, ക്രിസ്തുവിനെ സ്വീകരിച്ചവനായിരിക്കണം. 3, കർത്താവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവനായിരിക്കണം. മനസ്സിലായോ? സുമസിസ്റ്ററെ മനസ്സിലായോ? എഴുതിയോ? മനസ്സിലായി, എഴുതി. ആമേൻ. ജോൺസൺ ബ്രദറിനെ കാണാൻ ഭയങ്കര വിഷമമായിരുന്നു. സക്കറിയ പാസ്റ്റർ വിവരം പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മള് ദൈവസഭയുടെ പര്യായ പദങ്ങൾ പഠിക്കുകയാണ്. സഹോദരന്മാർ എന്ന പദം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വിശ്വാസി എന്ന പദം പഠിക്കുക. വിശ്വാസികൾ.
ദൈവവിശ്വാസം മിക്കവരിലും ഉണ്ട്, അല്ലേ? എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വരുമ്പോൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ദൈവത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും ഇല്ലേ? എല്ലാ ക്രൈസ്തവർക്കും ദൈവത്തിലുള്ള വിശ്വാസം. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാകുകയും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവമോയെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. ഒന്ന് വായിച്ചേ, നെറ്റ് ഒന്ന് പോയി. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിനും അതരത്തിനും ഒരുപോലെ വർക്കുണ്ട് രക്ഷിക്കപ്പെടുന്നതിനകത്ത്. വാ കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്, ഹൃദയം കൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ വാ കൊണ്ട് ആ വിശ്വാസം ഏറ്റുപറയുക. ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. ഇത് രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? താൻ ദൈവത്തിൽ എടുത്ത തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാ? സ്നാനത്തിൽ കൂടാണ്. ജലസ്നാനത്താൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ഓക്കെ, രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് ദൈവസഭയുടെ പര്യായം, ഒന്ന് സഹോദരന്മാർ, രണ്ട് വിശ്വാസികൾ. ഈ മൂന്നാമത്തേത് വിശുദ്ധന്മാർ, സെയിൻസ്. നമ്മെ സഹോദരൻ എന്ന് വിളിക്കുന്നതിനകത്ത് തെറ്റില്ല, വിശ്വാസി എന്ന് വിളിക്കുന്നതിനകത്ത് തെറ്റില്ല. ഇനിയും വിശുദ്ധന്മാർ, സെയിൻസ്. എഫെസ്യ ലേഖനം 1:1 വായിക്കാമോ? ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. വിശുദ്ധന്മാരും വിശ്വാസികൾ. നേരം നോക്കിക്കേ, നമ്മളാരാ? നമ്മളാരാ? ചില വിശുദ്ധന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് പറയാവോ? വിശുദ്ധന്മാരുടെ പേരുകൾ. പൗലോസ്, ഞാനിപ്പോ പറയുകയാണെങ്കിൽ സുജിൻ ജോയി, പാസ്റ്റർ ജോയി ആലപ്പുഴ, ജോൺസൺ CP, സൂസൻ സിസ്റ്റർ, VP ജോൺ എന്നൊക്കെ ഞാൻ പറയും. പേടിയുണ്ടോ? വിശുദ്ധന്മാരല്ലേ? ആണോ ഇല്ലയോ? അതെ. അങ്ങനെ പറ സുമസിസ്റ്ററെ. നമ്മളൊക്കെ വിശുദ്ധന്മാരാണ്. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. അല്ലാതെ ചില ക്രൈസ്തവ സംഘടനകൾ ചിലരെ മാത്രം വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ പരിപാടിയെ ദൈവസഭയ്ക്കകത്തില്ല. മനസ്സിലായോ? ധൈര്യമായിട്ട് പറയണം, ഐ ആം എ സെയിന്റ്, ഞാനൊരു വിശുദ്ധനാണ്.
പാടുമല്ലോ. വിശുദ്ധ സംസർഗം വാടാത്ത കിരീടം. പാടത്തില്ലേ? നമ്മൾ വിശുദ്ധന്മാരാ. വിശുദ്ധീകരണം പ്രാപിച്ചവരാണ് വിശുദ്ധന്മാർ. ആരാണ് വിശുദ്ധന്മാർ? വിശുദ്ധീകരണം പ്രാപിച്ചവർ. ഈ വിശുദ്ധീകരണം എന്നതിന് വേദശാസ്ത്രത്തിൽ 3 അർത്ഥങ്ങളാണ് ഉള്ളത്. വിശുദ്ധീകരണം എന്നതിന് ഒന്ന്, ദൈവത്തിനായി വേർതിരിക്കുക. ഞാൻ വിശുദ്ധനാണെന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ എൻ്റെ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ആദ്യം പറഞ്ഞല്ലോ, കുരിയാക്കോൺ എന്നുള്ള പദം പഠിച്ചല്ലോ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാണ്, അല്ലേ? എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാണ്? ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാണ്. ആമേൻ. ദൈവത്തിനായി നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ്. സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുക. 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 പഴയ നിയമത്തിൽ നിന്ന് 1 പുതിയ നിയമത്തിൽ. ഒത്തിരി വാക്യങ്ങളുണ്ട്, എങ്കിലൊന്ന് അറിയാൻ വേണ്ടി വായിക്കാം. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 14-16 വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 27-ന്റെ 14-16 വാക്യങ്ങൾ. ഒരുത്തൻ തന്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കണം. പഴയ കാലഘട്ടങ്ങളിലെ വീട് വിശുദ്ധമായിരിക്കണം. അത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടണമെങ്കിൽ ആ വീട് വിശുദ്ധമായിരിക്കണം. അടുത്തത് 16-ാം വാക്യം. ഒരുത്തൻ തന്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിന്റെ വിത്തുപാടിനൊത്തവണ്ണമായിരിക്കണം. ഒരു ഹോമേറിയ പഴയ നിയമകാലങ്ങളിൽ വ്യക്തികൾ, വീടുകൾ, നിലങ്ങൾ ഇതൊക്കെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കാറുണ്ട്. ദൈവത്തിന് വേണ്ടി. വിശുദ്ധീകരണം എന്ന അർത്ഥം ഒന്ന്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക എന്നുള്ളതാണ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാം വാക്യം വായിച്ചാണ്ട്. യോഹന്നാൻ 10-ന്റെ-36. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചതോട് നിങ്ങൾ പറയുന്നുവോ? പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചു. ആരെയാ? പുത്രനെ. യെരമ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എന്തിനെ? ദൈവത്തിന്റെ പ്രവാചകനാക്കി. അന്നേരം ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധീകരണം എന്നതിന് വേദശാസ്ത്രത്തിൽ 3 അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്ന്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി പറയും. ലേവ്യ ഗോത്രം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. പുതിയ നിയമത്തിൽ പാസ്റ്റർമാരെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. ഇവാഞ്ചലിസ്റ്റ്, പിന്നെ സുവിശേഷകന്മാരെ, പ്രവാചകന്മാരെ നമുക്കറിയാം. അതിനേക്കാൾ ഒന്നുകൂടെ എല്ലാ ദൈവ പൈതലും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ആ സത്യം മറന്നു പോകല്ലേ. രണ്ടാമത്തെ അർത്ഥം, അശുദ്ധമായതിൽ നിന്ന് വേർപെടുക. അശുദ്ധമായതിൽ നിന്ന് വേർപെടുക. സെപ്പറേറ്റ് ഫ്രം ഈവിൾ.
ലേവ്യ പുസ്തകം 11:44. ലേവ്യ 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി പാപവഴികളിലും ദുഷ്ടതയിലും മാലിന്യത്തിലും പോകാൻ പറ്റത്തില്ല. അശുദ്ധമായതിൽ നിന്ന് വേർപെടണം. അല്ലേ? ലേവ്യ പുസ്തകം 20:7. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതാണ് എന്റെ അർത്ഥം. ഈ 1 തെസ്സലോനിക്കർ 4:3 വായിക്കണം, 7 വായിക്കണം. 1 തെസ്സലോനിക്കർ 4:3, 7. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ആമേൻ. ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധിക്കാം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. വിശുദ്ധീകരണം പ്രാപിച്ചവർ എന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. 2, അശുദ്ധമായതിൽ നിന്ന് വേർപാട് പാലിക്കുന്നവർ. മൂന്നാമത്തെ പദം വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരത്തെ കാണിക്കുന്ന ഒരു സംഭവമാണ്. ചില വ്യക്തികളിലും സമൂഹത്തിലും ഒക്കെ ദൈവം തന്റെ ശിക്ഷ നടപ്പാക്കും. നമുക്കറിയാം, സോദോം ഗോമോറയിൽ ദൈവം തന്റെ ശിക്ഷ അയച്ചു. അമാലേക്യരോട് കനിവ് തോന്നല്ല, അവരെ നിർമൂലമാക്കണമെന്ന് ശൗലിനോട് ദൈവം പറഞ്ഞു. അന്നേരം ചില രാജ്യത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ചില ദേശത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തിന്റെ പരമാധികാരമാകുന്ന ന്യായവിധി ദൈവം നടത്തും. ദൈവം ദേശത്തെ ശുദ്ധീകരിക്കും, ദൈവം സമൂഹത്തെ ശുദ്ധീകരിക്കും. എന്തിനേറെ പറയുന്നു, ഈ നാം പാർക്കുന്ന ഈ പഴയ ഭൂമി, നാം ഈ കാണുന്ന ആകാശമെല്ലാം ദൈവം ചെയ്യും, നീക്കിക്കളയും. പുതിയ ആകാശം പുതിയ ഭൂമി ദൈവം സ്ഥാപിക്കും. അതാണ് വിശുദ്ധനായ ദൈവത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ. അന്നേരം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവസഭ സഹോദരന്മാരുടെ കൂട്ടം. 2, ദൈവസഭ വിശ്വാസികളുടെ കൂട്ടം. 3, ദൈവസഭ വിശുദ്ധന്മാരുടെ കൂട്ടം. ഇനി നമ്മൾ പഠിക്കുന്നത് ദൈവസഭ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ചോസൻ പീപ്പിൾ. ദൈവസഭ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. നിങ്ങളുടെയൊക്കെ ചർച്ചിൽ ഒരു മീറ്റിങ്ങിനൊക്കെ ഇതിന്റെ പര്യായങ്ങൾ ഒരു 3 or 4 എടുത്ത് നിങ്ങൾ ചെറിയ പ്രബോധനമൊക്കെ നടത്തും. പാസ്റ്ററോട് ചോദിച്ചിട്ട്, ദൈവാസന്മാരായ സഭ നടത്തുന്നതിനകത്തുണ്ടല്ലോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ കാര്യങ്ങൾ ശുശ്രൂഷിക്കാമല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഞാൻ ചോദിക്കട്ടെ, ദൈവം എപ്പോഴാണ് നമ്മെ തെരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുന്നേ. നമ്മുടെ സുജിന്റെ അഭിപ്രായത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ. ഏതാ നല്ലത്?
ലോകസ്ഥാപനത്തിന് മുന്നേ. ഉദരത്തിൽ ഉരുവാകുമ്പോൾ തെരഞ്ഞെടുക്കുന്നതാണോ ലോകസ്ഥാപനം മുമ്പ് തെരഞ്ഞെടുക്കുന്നതാണോ? ലോകസ്ഥാപനത്തിന് മുന്നേ. ആരാ നമ്മെ തെരഞ്ഞെടുത്ത്? ദൈവം. IPCയുടെ പ്രസിഡന്റ് ആണോ? ഷാരോന്റെ പ്രസിഡന്റ് ആണോ? ചർച്ചക്കോടിന്റെ പ്രസിഡന്റ്? ആരാ നമ്മെ തെരഞ്ഞെടുത്ത്? ഉറപ്പില്ല. പലരും ഇല്ലേ? ദൈവം. ആ, ദൈവം തെരഞ്ഞെടുത്തു. അതെ. ഇങ്ങനെ നമ്മളിങ്ങനെ ക്ഷീണിച്ചു ഒതുങ്ങി ഒന്നും നിൽക്കില്ല. ചാടി പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴും പലർക്കും സംശയമാണ്, എന്നെ IPCക്കാരാണോ തെരഞ്ഞെടുത്തത്, ചർച്ചക്കോടുകാരാണോ എന്നുള്ള ചിന്തയിലാണ് പലരും ഇരിക്കുന്നത്. നമ്മളെ ആരാ തെരഞ്ഞെടുത്ത്? കർത്താവ്. ആമേൻ. ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. യോഹന്നാൻ 15:16 എന്ന് വായിച്ചേ. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ആരാ നമ്മളെ തെരഞ്ഞെടുത്ത്? മനസ്സിലായല്ലോ. ഞങ്ങളുടെ സഭയിൽ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് അങ്ങ് എന്ത് ചെയ്തു? അങ്ങോട്ടങ്ങ് കൂടിയതാണെന്ന് അങ്ങനെ വന്നാന്നോ? നമ്മൾ ആരുമല്ല ദൈവത്തെ തെരഞ്ഞെടുത്തത്, ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലോ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. മനസ്സിലായോ? വി ആർ ചോസൺ ജനറേഷൻ. ഞാൻ അതിനെ 2-3 കാര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 26:16 പൗലോസ് പറയുന്നുണ്ട്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചാണ് യേശു കർത്താവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്. ആർക്കാ? പൗലോസിന്. 3 പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് പറയുന്നത്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി. അദ്ദേഹം രക്ഷിക്കപ്പെട്ട സമയത്ത് ആദ്യ നാളുകളിൽ തന്നോട് ചോദിച്ചാൽ താൻ ആദ്യം പറയുന്ന കാര്യം, ഞാൻ എന്റെ കർത്താവിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചാ കണ്ടെന്ന് പറയും. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ഇന്നടത്തൊരു ദൈവദാസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം എന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഞാൻ അവിടെ വെച്ചാണ് രക്ഷിക്കപ്പെട്ടത് പറയും. പിന്നെ കുറച്ചുകൂടൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പം പൗലോസിന് കുറച്ച് വെളിപ്പാടും ദർശനങ്ങളും ആലോചനകളൊക്കെ കിട്ടിയപ്പോൾ ഗലാത്യലേഖനം ഒന്ന് എടുത്ത് 1:15 വായിച്ച്. ഗലാത്യലേഖനം 1:15. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ. മതി. അന്നേരം പൗലോസിന് അടുത്ത കാര്യം മനസ്സിലായി. ഡമസ്കോസിന്റെ പടിവാതിക്കൽ നിന്ന് കുറച്ചുകൂടെ പുറകോട്ട് പോയി പൗലോസ്. എന്റെ ജനനം മുതൽ. മനസ്സിലായോ? ഇതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. എന്റെ ജനനം മുതൽ എന്നെ വിളിച്ച ദൈവം. എഫെസ്യ 1:4 വാക്യം വായിച്ചേ. നമ്മുടെ സുജിൻ അത് പറഞ്ഞല്ലോ, എങ്കിലും ഒന്ന് വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എല്ലാരും ചേർന്ന് രാമൻ പറഞ്ഞേ. ഒരു വലിയ പരമാർത്ഥം ഇന്ന് അറിഞ്ഞോണം. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്, ഒരിടമുണ്ട്. അവിടെ വെച്ചല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം CP ജോൺസനെ കണ്ടു.
സുമ സിസ്റ്ററെ കണ്ടു, സൂസൻ ആന്റിയെ കണ്ടു, മേഴ്സിയെ കണ്ടു, സുജിനെ കണ്ടു, ഗീത സിസ്റ്ററെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ലോകമുണ്ടാകുന്നതിന് മുമ്പ് അന്നേരം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് കോടാകോടി വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം കണ്ടു. അതത്ര ശ്രേഷ്ഠമെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് നിത്യതയ്ക്ക് അവകാശിയാകിയില്ലായിരുന്നു. ദൈവം നമ്മെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും ഈ ഭൂമിയുടെ മുഖത്ത് കാണുകയില്ലായിരുന്നു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ എവിടെയോ പാപികളായി ദുർമാർഗികളായി നാം ലോകത്തിൽ പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ. നോക്കണേ, നമ്മൾ ദോഷികളായിരുന്നു. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ക്രൂശിന്റെ ശത്രുക്കൾ, അഭക്തർ, അനീതി ചെയ്യുന്നവര്, ദൈവവുമായി യാതൊരു ബന്ധമില്ല. അവിടെ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഓർക്കുമ്പം നമ്മൾ ഒത്തിരി ദൈവത്തിന് സ്തോത്രവും സ്തുതി അർപ്പിക്കേണ്ടി വരാം. മനസ്സിലായോ? എന്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. 1987 ഞാൻ ഇറ്റാർസിയിലെ പാസ്റ്റർ കുര്യൻ തോമസ് പാസ്റ്ററുടെ അവിടെ പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ഞാൻ പോവുകയാണ്. അവിടെ ഏതാണ്ട് 3500-4000 ദൈവദാസന്മാരുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും. അവിടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കും. ആ സമയത്ത് ഞങ്ങളുടെ കോൺഫറൻസ് തീരുന്നതിന്റെ തലേ രാത്രിയിൽ ആൽ സ്മിത്ത് എന്ന് പറയുന്ന ഒരു സായിപ്പ്, ഒരു മിഷണറി, അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തു, എന്റെ കയ്യിൽ 10 തോംസൺ ചെയിൻ റെഫറൻസ് ബൈബിളുണ്ട്, 10. അത് നാളെ അർഹതപ്പെട്ടവർക്ക്, സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുക്കും. എത്ര പേര് വന്നിട്ടുണ്ട് ആ കോൺഫറൻസിന്? പറ. 4000. 4000 പേർക്ക് സായിപ്പിന്റെ കയ്യിലുള്ള എത്ര പുസ്തകമാണ്, എത്ര ബൈബിളാ? 10. ഞാൻ ആ സമയത്ത് വളരെ യങ്ങാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, കർത്താവേ നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാൻ നിവൃത്തിയൊന്നുമില്ല. അന്നത്തെ കാലത്ത് 1987 500 രൂപ എന്ന് പറഞ്ഞാൽ 1 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിക്കാം, 2 സെന്റ് സ്ഥലമൊക്കെ കിട്ടും. അന്നേരം എന്റെ ഒരു ആഗ്രഹമുണ്ട്, ദൈവമേ എനിക്ക് ആ ഒരു ബൈബിൾ കിട്ടിയാൽ കൊള്ളാം. പക്ഷെ നമുക്ക് വേണ്ടി പറയാൻ ആരുമില്ല, നമ്മളവിടെ ആരുമല്ല, ചർച്ചിന്റെ ലീഡർ അല്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവം കണ്ടു. അതാ ഞാൻ പറയാൻ വരുന്നത്. ഇങ്ങനെ 10 പേരുടെ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ച് പിറ്റേ ദിവസം ഈ ബൈബിൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ പേര് വിളിച്ച കൂട്ടത്തിൽ എന്റെ പേരും അവിടെ വിളിച്ചു. എനിക്കത് ഭയങ്കര മിറക്കിളായിപ്പോയി. കാരണം ഞാൻ അന്ന് ഉൾപ്പെട്ട് നിൽക്കുന്ന ഡിനോമിനേഷനിലെ പ്രസിഡന്റ് എനിക്ക് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്തു, എന്നോട് ചോദിക്കാതെ, എന്നോട് പറയാതെ.
അന്നേരം 4000 പേരുടെ കൂട്ടത്തിൽ 10 പേരെ തെരഞ്ഞെടുത്തു. അതിലൊരുവൻ ഞാനായി. ഇന്ന് എനിക്ക് ഒത്തിരി ബൈബിളുണ്ട്, കമ്പ്യൂട്ടർ ബൈബിൾ വരെ എൻ്റെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ പെങ്ങളോട് വന്നപ്പം അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. ദൈവത്തിന്റെ സ്നേഹം ഞാൻ പറഞ്ഞത്, ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, അല്ലേ? 1 പത്രോസ് 2:9 അങ്ങനല്ലേ കാണുന്നത്? 1 പത്രോസ് ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 2. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചതിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അപ്പൊ വളരെ പ്രത്യേകതയാണ്. ചോസൺ ജനറേഷൻ, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് VP John പാസ്റ്റർ ഇന്ന് സഭാ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ബ്രിജിത്ത് പാസ്റ്റർ ഇന്ത്യയുടെ പല പട്ടണങ്ങളിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും അവരെ കൊണ്ട് കഴിയുന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. നമ്മുടെ ശുശ്രൂഷയാണ് ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഒരു അടയാളം തന്നെ. മനസ്സിലായോ? പലർക്കും പല നിലകളിലുള്ള ശുശ്രൂഷകളാണ്, പക്ഷെ എല്ലാം ദൈവം തെരഞ്ഞെടുക്കുന്ന ദൈവം തന്ന ഗിഫ്റ്റുകളാണ്. ഇനി ഒരു 5 minutes ഷോർട്ട് ബ്രേക്ക്. ഐ വിൽ കം ബാക്ക്. ഓക്കെ? ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നത് എന്തൊരു ഭാഗ്യമാണ്, അല്ലേ? 4 കാര്യങ്ങൾ ദൈവസഭയുടെ പര്യായങ്ങളായി നമ്മൾ ചിന്തിച്ചു. 1, ദൈവസഭ സഹോദരന്മാരുടെ കൂട്ടമാണ്. 2, വിശ്വാസികളുടെ കൂട്ടമാണ്. 3, വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. 4, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇനി 5-മത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരം, the body of Christ. ബൈബിളിൽ യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചും ലോക്കൽ ചർച്ചിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സഭ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സാർവത്രിക സഭയാണ്, യൂണിവേഴ്സൽ ചർച്ച്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻവിസിബിൾ ചർച്ച്, അല്ലെങ്കിൽ അദൃശ്യമായ സഭ. നമ്മൾ പൗലോസിനെ കണ്ടിട്ടില്ല, യോഹന്നാനെ കണ്ടിട്ടില്ല, നമ്മള് സാധു സുന്ദർ സിംഗിനെ കണ്ടിട്ടില്ല, കുക്കു സാഹിബിനെ കണ്ടിട്ടില്ല. അങ്ങനെ അനേക വിശുദ്ധന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ നമ്മുടെ കാലശേഷം കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ധാരാളം ആളുകൾ ജനിക്കാനുണ്ട്, യേശുവിന്റെ സഭയുടെ അംഗങ്ങളായി തീരാനൊക്കെ ഉണ്ട്. അവരൊന്നും നമ്മൾ അപ്പോൾ കാണുന്നില്ലല്ലോ. ലോകത്തിലുള്ള എല്ലാ ദൈവമക്കളെ ഒന്നായി ചേർത്തുകൊണ്ട് പറയുന്ന സഭയാണ് യൂണിവേഴ്സൽ ചർച്ച്, അല്ലെങ്കിൽ ഇൻവിസിബിൾ ചർച്ച്, അദൃശ്യമായ സഭ. എന്നാൽ നാം കൂടി വരുന്ന ലോക്കൽ ചർച്ചുകളുണ്ട്. അതിനെ വിസിബിൾ ചർച്ച് എന്നാ പറയുന്നത്, ദൃശ്യമായ സഭ. എഫസോസ് സഭ, സ്മുർന സഭ, കല്ലുമല സഭ, കുമ്പനാട് സഭ, ഈരാറ്റുപേട്ട സഭ, ചെന്നൈ സഭ ഒക്കെ ഇല്ലേ? ഇതൊക്കെ നമ്മുടെ ലോക്കൽ യൂണിറ്റുകളാണ്, ദൃശ്യമാണ്.
ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ചർച്ചാണ്. ലോക്കൽ ചർച്ചുകൾ ഓർഗൻസ് ആണ്, അവയവങ്ങളാണ്. ഒന്നുകൂടെ ആഴത്തിലേക്ക് പോയാൽ ഈച്ച് പേഴ്സൺ ഈസ് എ ടെമ്പിൾ ഓഫ് ഗാഡ്. ഓരോ ദൈവ പൈതലും ദൈവത്തിന്റെ മന്ദിരമാണ്. എഫീസർ 1:23, കൊലോസിയർ 1:18. അതുകൊണ്ട് ഒന്ന് വായിച്ചേക്കാം. എഫീസർ 1:23, കൊലോസിയർ 1:18. സർവ്വം അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറമായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും അതാണ് യൂണിവേഴ്സൽ ചർച്ച്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. സഭ ഇവിടെ തല ക്രിസ്തുവാണ്. ഇനി കൊലോസിയർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും സഭ എന്ന, ഇവിടെ സഭ എന്ന സിംഗുലറാ, ശരീരത്തല, യൂണിവേഴ്സൽ ചർച്ച. മനസ്സിലായോ? എന്നാൽ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന സഭകൾ, 7 സഭകളൊക്കെ കാണും. അതെല്ലാം ലോക്കൽ ചർച്ചുകളാണ്. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ചുകൾ ലോക്കൽ ചർച്ച. ഞാൻ ശുശ്രൂഷ ചർച്ച ലോക്കൽ ചർച്ചാണ്. എന്ന് പറഞ്ഞാൽ അദൃശ്യമായ സഭയുടെ ഒരു ഭാഗമാണ്. ഒന്ന് കൊരിന്ത്യർ 3:16 നമുക്കറിയാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഓരോ വ്യക്തിയും ഓരോ ലോക്കൽ സഭയും ദൈവത്തിന്റെ മന്ദിരമാണ്. ഒന്ന് കൊരിന്ത്യർ 12:27 വായിച്ച്. ഒന്ന് കൊരിന്ത്യർ 12:27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളുമാകുന്നു. മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഭയാണ്. ഓരോരുത്തരെ സിംഗുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർ അവയവങ്ങളാണ്. ഇപ്പം നമ്മുടെ ഒരു കയ്യെ നമ്മുടെ ശരീരത്തിന്റെ ഒരു പാർട്ടാണ്. കാല് ശരീരത്തിന്റെ ഒരു പാർട്ടാണ്. കൈ ശരീരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാല് ശരീരമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു പാർട്ടാണ്. അവയവങ്ങളെല്ലാം കൂടുന്നതാണ് സഭ അല്ലെങ്കിൽ ശരീരം. ഈ സഭ എന്ന് മീൻ ചെയ്യുന്നത് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവോടുകൂടെ ആരംഭിക്കുകയും കർത്താവിന്റെ വരവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ദൈവിക സ്ഥാപനമാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്ന് ആരംഭിച്ചത് പെന്തക്കോസ്ത് ദിനത്തിൽ, അക്ഷരാർത്ഥത്തിൽ. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന എപ്പോഴാ? കർത്താവ് വരുമ്പോൾ. അതുവരെ ദൈവസഭ ഈ ഭൂമിയിലുണ്ട്. മനസ്സിലായോ? ഇനിയും ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് മറുപടിയൊക്കെ എനിക്ക് തരണം. ഹൗ ഡിഡ് ആദം ഗെറ്റ് ഈവ്? എപ്രകാരമാണ് ആദാമിനെ ഹൗവയെ കിട്ടിയത്? ആരോ? ഏത് ബ്രോക്കറാണ് ആദാമിനെ കല്യാണം ആലോചിച്ചത്? ദൈവം തന്നെ ആദാമിന് ഒരു ഗാഠനിദ്ര കൊടുത്തിട്ട് അവന്റെ വാരിയലിൽ നിന്നൊന്നെടുത്തു ഹവ്വയെ കൊടുത്തു.
ഇവിടെ ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കണം, എവിടെ നിന്നാണ് ഹവ്വയെ ദൈവം ആദാമിന് കൊടുത്തത്? സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ, ആദാമിന്റെ ശരീരത്തിൽ നിന്ന്. ആദാമിൽ നിന്ന് തന്നെയാണ് ദൈവം ഹവ്വയെ ആദാമിന് കണ്ടെത്തിയത്. ചരിത്രമൊക്കെ നമുക്കറിയാം. ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയത് ആരാ? പിതാവായ ദൈവം. എന്നിട്ട് നമ്മുടെ ദൈവത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം. ആദ്യത്തെ അനസ്തേഷ്യ കൊടുത്തത് ആരാ? ആദാമിന് ഗാഠനിദ്ര വരുത്തിയെന്നല്ലേ? അതെ. ഉൽപ്പത്തി 2:21 വായിച്ചേ. ഉൽപ്പത്തി 2:21 വലിയൊരു മർമ്മം പഠിക്കാൻ പോവാ. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തി. അനസ്തേഷ്യ കൊടുക്കുമ്പോ എന്ത് ചെയ്യും? ഗാഠനിദ്ര വരും. സാധാരണ ഉറക്കമല്ല, ഗാഠനിദ്ര. ഓപ്പറേഷൻ കഴിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യും? മയങ്ങി കിടക്കും, വേദന അറിയത്തില്ല, സെഡേഷൻ ഉണ്ടാവും. തടേഷം ഉണ്ടാവും. അതാണ് കറക്റ്റ്. മനസ്സിലായോ? ഗാഠനിദ്ര വരുത്തി. പിന്നെ അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. അന്നേരം ഇന്നത്തെ സയൻസ് ഒക്കെ ഉണ്ടായത് ഉൽപ്പത്തി പുസ്തകം ഇതിനകത്തു നിന്നാ. അസ്ഥിയുടെ ഓപ്പറേഷൻ ചെയ്താൽ, ഏത് ഓപ്പറേഷൻ ചെയ്താലും അനസ്തേഷ്യ കൊടുക്കണമെന്നും ഒക്കെ പഠിച്ചത് എവിടുന്ന? ബൈബിളിനെ കൂടാതെ ഒരു ശാസ്ത്രവും ഇല്ലെന്ന് ആദ്യം ഓർക്കണം, അല്ലേ? അതെ. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, അങ്ങനെ അസ്ഥി എടുത്തു, ആ ഹവ്വയെ ഉണ്ടാക്കി. ആദാം ഉറക്കം ഉണർന്നപ്പോ ആദാം എന്നാ പറഞ്ഞേ? ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കൊണ്ട് അവൾക്ക് നാരി എന്ന് പേരാവും. നരിയെന്നല്ല, നാരി, അല്ലേ? അതെ. ലോകത്തിൽ അന്നുള്ള സകല മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് ആദാം. പക്ഷികളെ കണ്ടിട്ടുണ്ട്, ഇഴജാതികളെ കണ്ടിട്ടുണ്ട്, പറവകളെ കണ്ടിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ പേരും ഒക്കെ ഇട്ടത് ഈ ആദാമാണ്. പക്ഷേ ഒരിക്കലും കാണാത്ത ഒരു ജീവി ആദാം ഉറക്കം ഉണർന്നപ്പം കണ്ടു. ഇതിനു മുമ്പ് ആദാം ഒരു സ്ത്രീയെയും കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുക. സുജനെ, നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ഒരു ജീവി, അത് ഏതൊരു രൂപമാകട്ടെ, നമ്മൾ ഉണർന്നു കഴിഞ്ഞ് കണ്ടാൽ നമ്മൾ തന്നെ കഴിയുമ്പോൾ ഞെട്ടിപ്പോവും. ഞെട്ടിപ്പോവും. അത് അലറി വിളിച്ച് അവിടുന്ന് എന്ത് ചെയ്യും? 10 പേരെ വിളിച്ചു കൂട്ടാന്ന്. അതെ. ആദാം ഞെട്ടിയില്ല, ആദാം നിലവിളിച്ചില്ല. എന്റെ കാര്യം എന്നാണെന്നറിയാമോ? ആദാം തന്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? ആദാം തന്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞു. ആദാമിന് അതിന് ആദാം എന്നാ പറഞ്ഞേ? ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ആദമിനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചേ? സ്വന്തം സ്വരൂപത്തിൽ, ദൈവത്തിന്റെ. 2 മിനിറ്റ് നമ്മൾ ഭാഗം പഠിക്കണേ. എല്ലാരും ക്യാമറ എല്ലാം ഓഫ് ചെയ്തിട്ട് അവരുടെ വീടുകളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പഠിക്കുക. ആദാമിനെ എങ്ങനെ സൃഷ്ടിച്ചേ? പൊടിയിൽ നിന്ന്. സുമസിസ്റ്ററെ, കുറച്ച് പൊടി എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ എന്നാ സംഭവിക്കും?
ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് പൊടി കൊണ്ടാണ്. അന്നേരം പെട്ടെന്ന് അലിയുന്ന സ്വഭാവമാണ് സഹോദരന്മാർക്കെന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? ശരിയാണ്, ശരിയാണത്. ശരിയാണത്. സൂചന എന്റെ കൂടെ ഉണ്ട്. ഇനി അവ എങ്ങനെ ദൈവം സൃഷ്ടിച്ചേ? എന്റെ ജോൺസൺ പറഞ്ഞ ഈ അസ്ഥിയില് പിന്നെ എത്ര കാലം വെള്ളം ഒഴിച്ചാലും എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അത് അതുപോലെ തന്നെ ഇരിക്കും. മനസ്സിലായി? എന്നിട്ട് പത്രോസിന് ദൈവം ലേഖനം എഴുതാൻ ആലോചന കൊടുത്തു പറയാ, സ്ത്രീകൾ ബലഹീന പാത്രമാണ്. ഇതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ആന്ത്രോപോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മനസ്സിലായി? എങ്കിലും ഞാൻ പറയാം, സഹോദരിമാര് അസ്ഥിയുടെ ഒരു ഭാഗമാണ്, അല്ലേ? ഒരിക്കലും ഒരു പുരുഷന്മാരും ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുത്. ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഭർത്താക്കന്മാരും ഇത് വഴക്കുണ്ടാകുന്ന ഉണ്ടാക്കാൻ പോയേക്കരുത്. ദൈവത്തിൽ കൊടുത്ത് ഞാൻ പറയുന്നത് കേട്ടവിടെ പഠിക്കുക കേട്ടോ. ശോഭനം. ഒരു സ്ത്രീയെയും എന്ത് ചെയ്യാൻ പാടില്ല? കീഴ്പ്പെടുത്താൻ. അങ്ങനെ എല്ലിനെ കീഴ്പ്പെടുത്താൻ പോയാൽ സംഭവിക്കുന്ന എന്തായിരിക്കും? എന്താ സംഭവിക്കും? ഒടിഞ്ഞു പോകും. അസ്ഥി ഒടിഞ്ഞു പോകും. പിന്നെ ഈ അസ്ഥി എന്ത് ചെയ്യണം? സ്വയം എന്ത് ചെയ്യണം? കീഴടങ്ങണം. അന്നേരം രണ്ട് ഉപദേശമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സഹോദരന്മാരോട് അല്ലെങ്കിൽ ദൈവദാസന്മാരോട് നിങ്ങളുടെ ഭാര്യമാരെ ഒരു കാരണവശാലും കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുത്. അപ്പോൾ തന്നെ എല്ലാ സഹോദരിമാരും കീഴടങ്ങിക്കും. ആമേൻ പറഞ്ഞേ. ഇതാണ് ബാലൻസ് ചെയ്ത് പോകേണ്ടത്, അല്ലേ? അങ്ങനല്ലേ? ഓക്കെ. ജീവിതത്തിൽ കാണാത്ത ഒരു രൂപം കണ്ടിട്ട് ആദാം പേടിച്ചോടിയില്ല. നമ്മെ പോലെ നമ്മൾ കാണിക്കുന്ന ഒരു വിക്രിയയും കാണിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു? സ്തോത്രം. ഇവളെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് ബൈബിള് പറയുന്നത് ആദാമിനെ ഒന്നാം ആദാമെന്നും യേശു ക്രിസ്തുവിനെ ഒടുക്കത്തെ ആദാമെന്നാണ് പറയുന്നത്. രണ്ടാം ആദാമല്ല, ഒടുക്കത്തെ ആദാം. ഒന്നാം ആദാം മാത്രമേ ഉള്ളൂ. അതിന് പകരം വെക്കാൻ വേറെ ആരുമില്ല. ഒടുക്കത്തെ ആദാം ക്രിസ്തു അല്ലാതെ വേറെ ഒന്നില്ല. മനസ്സിലായോ? അന്നേരം ആദമിന് ഹവ്വയെ എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെയാണ് യേശു തമ്പുരാന് തന്റെ മണവാട്ടിയെ കിട്ടിയത്. മനസ്സിലായോ? എങ്ങനെയാണ് യേശുവിന് തന്റെ ശരീരത്തെ കിട്ടിയത്? നമുക്കറിയാം, ഓപ്പറേഷനിൽ വേദനയുണ്ട്, അസ്ഥി എടുക്കുമ്പോൾ വേദനയുണ്ട്. അത് അറിയാതിരിക്കാൻ യഹോവയായ ദൈവം ആദമിന് ഗാഢനിദ്ര വരുത്തി. എന്നാൽ എന്റെ യേശു കാൽവറിയിൽ പിടഞ്ഞ് മരിക്കുകയാണ്. ഗതസമന മുതൽ കാൽവറി വരെ ഈ ലോക ചരിത്രത്തിൽ ഇത്രയും കഷ്ടത അനുഭവിച്ച, വേദന അനുഭവിച്ച ഒരു വ്യക്തിത്വം വേറെ ഇല്ല. അത്ര വേദന സഹിച്ചു നമ്മുടെ കർത്താവ്. ഓരോ വേദനയിലും ദൈവസഭ രൂപീകരണം പ്രാപിക്കുകയായിരുന്നു. രാമൻ പറഞ്ഞാട്ട്
ആമേൻ. കർത്താവിന്റെ ഓരോ കഷ്ടാനുഭവങ്ങളിലും പങ്കപ്പാടുകളിലും ദൈവസഭ ഉരുത്തിരിയുകയായിരുന്നു എന്നുള്ള സത്യം മറന്നു പോകരുത്. യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. 3 ദിവസം ആദാമിന്റെ ഗാഢനിദ്രയ്ക്ക് തുല്യമായി നമുക്ക് എടുക്കാം. 3 ദിവസം എന്റെ യേശു ഈ ഭൂമിയിൽ ഇല്ല. അവൻ മരണനിദ്ര പ്രാപിച്ചു. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആത്മാവിൽ കണ്ടത് തന്റെ ശരീരമാകുന്ന സഭയാണ്. ആദാം ഗാഢനിദ്ര വിട്ട് ഉണർന്നു വന്നപ്പോൾ ഹവ്വയെ കണ്ട് വിളിച്ചു പറഞ്ഞതുപോലെ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു കണ്ടത് അവന്റെ ശരീരത്തെയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ എഫീസ് ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം വായിക്കണം. എഫീസ് ലേഖനം 5-ാം അധ്യായം 30-ാം വാക്യം. എഫീസർ 5:30. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. എനിക്ക് മലയാളം ബൈബിളോട് ഇപ്പൊ ഭയങ്കര പിണക്കാണ്. 2ാമത്തെ ലൈൻ ഇല്ല. അത് ഇംഗ്ലീഷ് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അവർ ഇതിനകത്തുനിന്ന് അത് വെട്ടിക്കളഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല. മലയാളത്തിൽ ഒരുപാട് വാക്യങ്ങൾ കുറവുണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ, അതും KJV ഉപയോഗിക്കണം. ഇന്നത്തെ പല പരിഭാഷകളും ശരിയല്ല. ഓതറൈസ്ഡ് വേഴ്സിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? വി ആർ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ബോഡി, ഓഫ് ഹിസ് ഫ്ലഷ് ആൻഡ് ഓഫ് ഹിസ് ബോൺസ്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. ആദാം എന്തു പറഞ്ഞോ അത് തന്നെയാണ് എഫീസർ 5:30 ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അവന്റെ സ്വന്തം അസ്ഥിയിൽ നിന്നും സ്വന്തം മാംസത്തിൽ നിന്നും ഉള്ളവരാണ് നമ്മൾ. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഒന്നാം ആദാമിന് ഹവ്വയെ കിട്ടിയത് യഹോവയായ ദൈവം ഒരു ഗാഢനിദ്ര വരുത്തി തന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ, വേറെ എങ്ങും തേടിപ്പോയില്ല, സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ഒരു അസ്ഥികളിൽ ഒന്നെടുത്ത് ദൈവം ഹവ്വയെ ഉണ്ടാക്കി. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ ഒരു മണവാട്ടിയെ രൂപപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം മൂലം ദൈവം ഇടവരുത്തി. യേശു ക്രിസ്തു സഭയുടെ ശിരസ്, ശരീരം ദൈവസഭ, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. ഇനി എനിക്കിന്നിവിടെ മീറ്റിങ്ങുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം എടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അടുത്തത്, ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. 1 കൊരിന്ത്യർ 3:16, എഫീസ് ലേഖനം 2:21-22, 1 പത്രോസ് 2:5 ഈ വാക്യങ്ങൾ വായിക്കണം. 1 കൊരിന്ത്യർ 3:16, എഫീസ് ലേഖനം 2:21-22, 1 പത്രോസ് 2:5. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അന്നേരം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ സഭ. അന്നേരം ദൈവസഭയ്ക്കകത്ത് എന്തോ വേണം? ആത്മാവിന്റെ വാസം വേണം. പരിശുദ്ധാത്മാവ് വസിക്കാത്ത ഒരു കൂട്ടായ്മയും ഒരു കൂട്ടവും ദൈവസഭയല്ല. അടുത്തത് എഫീസ് ലേഖനം 2:21-22. അവനിൽ കെട്ടിടം മുഴുവൻ ചേർന്ന് കർത്താവിൻ മന്ദിരമായി വളരുന്നു. അതിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ആമേൻ. ദൈവസഭയ്ക്കകത്ത് നമ്മളെ പണിയുന്നത് പരിശുദ്ധാത്മാവാണ്.
പരിശുദ്ധാത്മാവിന്റെ ജോലി എന്നാ? ഇന്ന് ദൈവസഭയ്ക്കകത്ത് ചിലര് പറയും അന്യഭാഷ പറയാനാണെന്ന്. അത് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ പണിയുകയാണ്. എന്നെ പണിയുന്നു, അക്സമോളെ പണിയുന്നു, ജോൺസൺ ബ്രദറിനെ പണിയുന്നു, സുജിനെ പണിയുന്നു, VP ജോൺ ബാസിനെ പണിയുന്നു. നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് പണിയുകയാണ്. അല്ലേ? സന്തോഷമുണ്ടോ പരിശുദ്ധാത്മാവ് പണിയണമെന്ന്? എന്നും പറയാം, കർത്താവേ അങ്ങനെ പണിയണമേ. ലോർഡ് യു ബിൽഡ് മീ, എന്നെ പണിയണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് നമ്മെ പണിയണം. എല്ലാവരും ഒരുമിച്ചാ പണിയുന്നത്. നമ്മളെല്ലാം എന്താ ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് പല ഭവനങ്ങളിൽ, പല മാതാപിതാക്കളാൽ, പല ദേശങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഏകോപിപ്പിച്ച് ഒന്നിച്ചാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ചെന്നാലും ദൈവസഭയ്ക്കകത്ത് തിരുവത്താഴെടുക്കാനുള്ള പ്രാഗൽഭ്യം നമുക്കുള്ളത്. മനസ്സിലായോ? ചെറിയ കാര്യമല്ലത്. ആമേൻ. ദൈവസഭ ആത്മാവിന്റെ നിറവ് പ്രാപിക്കണം. ദൈവസഭ എന്ത് ചെയ്യണം? ആത്മാവിന്റെ നിറവ് പ്രാപിക്കണം. നമുക്കറിയാം, വീടുകള് പണിയണമെങ്കിൽ കല്ല് ആവശ്യമാണ്. വീടുകള്, എന്ത് കാര്യങ്ങളും, ഒരു കെട്ടിടം പണിയണമെങ്കിൽ കല്ലുകൾ ആവശ്യമാണ്. ദൈവസഭയുടെ പണിക്കും കല്ലുകൾ ആവശ്യമുണ്ട്. ലോകത്തിലെ കെട്ടിടങ്ങൾ പണിയാൻ ഉപയോഗിക്കുന്ന ജീവനില്ലാത്ത കല്ലുകളാണ്. എന്നാൽ പുതിയ നിയമസഭ പണിയുന്നത് ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ്. ഒരു ആത്മീയ മർമ്മം ഞാൻ പറയാം, ആ കല്ലുകൾ ഓരോരുത്തരും നമ്മളാണ്. അതിന് പ്രത്യേകത, ലോകത്തിൽ ഒരു കല്ലും വളരുന്നില്ല. എന്നാൽ ദൈവസഭയുടെ കല്ലുകൾക്ക് മാത്രമേ വളർച്ചയുള്ളൂ. കാരണം അതിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു എന്നാണ് അത് ആ പത്രോസ് പറയുന്നത്. നമുക്ക് വളർച്ചയുണ്ട്, നമുക്കൊരു വിശാലതയുണ്ട്. ദൈവസഭയ്ക്ക് ഒരു വിശാലതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാനുള്ളത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. ദൈവസഭയുടെ അടുത്ത പര്യായമാണ്. ഓർത്തിരിക്കണം, ഞാൻ ചോദിക്കുമ്പോൾ പറയണം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. സ്തോത്രം. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. VP ജോൺ പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. VP ജോൺ പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.